ഹായ് ഹലോ, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു 2 പഴം ഒരു മിക്സിയിലേക്ക് അരിഞ്ഞിട്ടു. ഇനി നമുക്കൊരു അരക്കപ്പ് ശർക്കരയാണ് വേണ്ടത്. അരക്കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ച് ഒരു അരിപ്പ എടുത്ത് അതിൻ്റെ അഴുക്കെല്ലാം അരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ആറാൻ വെച്ചേക്കുവാണ്. അത് നന്നായി ആറിയതിന് ശേഷം നമ്മളുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴത്തിലേക്ക് ആ ശർക്കര പാനിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണേ. അത് അരച്ചെടുത്ത് നന്നായി തന്നെ ഒട്ടും കട്ടിയില്ലാതെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇനി ഞാനൊരു മെഷറിംഗ് കപ്പ് ഉപയോഗിച്ചാണ് സാധനങ്ങളെല്ലാം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പ് എടുക്കുന്നോ ആ കപ്പിൽ നമുക്ക് എടുക്കാം. അതിപ്പം ഞാനൊരു അരക്കപ്പ് മൈദയും അരക്കപ്പ് റവയും അരക്കപ്പ് അരിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു 3 സ്പൂൺ തേങ്ങയാണ് ചേർക്കേണ്ടത്. ഒരു 3-4 സ്പൂൺ തേങ്ങ ചേർക്കാം. അതിന് മുമ്പ് ഞാനൊരു 3 ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിരുന്നു, അതും കൂടെ ചേർക്കുവാണ്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടാണ് വേണ്ടത്. അതും കൂടെ അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കണേ. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അത് മിക്സാക്കിയപ്പോൾ ഒരു ഉണ്ണിയപ്പം ബാറ്ററിൻ്റെ പരുവത്തിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഉണ്ണിയപ്പം ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഉണ്ണിയപ്പത്തിൽ നമ്മൾ ഇതൊന്നും അല്ല ഇടുന്നതെന്നുള്ളേ ഉള്ളൂ. ടേസ്റ്റിനും ഒരു വ്യത്യാസമുണ്ട്, ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുറച്ച് നെയ്യ് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കേണ്ടതാണ്. ഇപ്പോൾ അതാ ഇതിനെ നന്നായിട്ട് അടച്ച് വെച്ച് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ അതിനെ തിരിച്ചിട്ടപ്പോൾ നല്ല സൂപ്പർ നല്ല ഗോൾഡൻ ബ്രൗണിലാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും, അത്ര താമസമൊന്നുമില്ല. എല്ലാം വെന്ത് എല്ലാവരും ചൂടോട് തന്നെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ദാഗമൊക്കെ നോക്കി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിത് രാത്രിയിലാണ് ഉണ്ടാക്കിയത്. നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഉണ്ടാക്കി തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.